Thank you, Sister Sophia and Jomol. നമ്മൾ സാധാരണ ദൈവത്തിന്റെ നന്മകളെ ഓർത്തും ദൈവത്തിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചും കൊണ്ട് പാടാറുള്ള വളരെ അർത്ഥവത്തായ ആ ഗാനം ഇന്ന് രാത്രിയിലും നമുക്ക് പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ ചെയ്തതോർത്ത് സ്തോത്രം. പ്രിയ സിസ്റ്റർ സോഫിയയെയും മോളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഏക യോഗ്യനായ നമ്മുടെ കർത്താവ്, പുകഴ്ചയ്ക്കും മഹത്വത്തിനും ഒക്കെ ഏക യോഗ്യനായ നമ്മുടെ ദൈവം. വേറെ ആരും നമ്മുടെ ദൈവത്തെ പോലെ മഹത്വത്തിന് യോഗ്യനായിട്ടില്ല. വേറെ ആരും സ്തുതികൾക്ക് യോഗ്യനായിട്ടില്ല. സ്തോത്രം. എല്ലാ നാളും പാടി വാഴ്ത്തുവാൻ നമ്മുടെ കർത്താവ് മാത്രം യോഗ്യനാകയാൽ ആ ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം കഴിക്കുവാൻ ദൈവം നമുക്കെല്ലാവർക്കും പിന്നെയും ഭാഗ്യം നൽകട്ടെ എന്ന് തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നാൾതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന നമ്മുടെ രക്ഷയുടെ ദൈവമായ ത്രിയേക ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. നമ്മുടെ പാപങ്ങളെ പോക്കുവാൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ കൂട്ടദാസന്മാർക്കും ദൈവമക്കൾക്കും വന്ദനങ്ങൾ. ഈ ആഴ്ചയുടെ ആരംഭ ദിവസം സന്ധ്യാസമയം നമുക്ക് ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് വരുവാൻ ദൈവം കൃപ ചെയ്തു. നമ്മെ കഴിഞ്ഞ പകൽ, കഴിഞ്ഞ ആഴ്ചകൾ ഒക്കെ ഭദ്രമായി കാത്തതോർത്ത് സ്തോത്രം. പിന്നെയും ഇമ്മാനുവേലിന്റെ ചിറക് നമുക്ക് ശരണമായിരിക്കട്ടെ. നമുക്ക് ദൈവാശ്രയ ബോധത്തോടെ ദൈവവചനത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ വായിച്ചു വരുന്ന മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒരു പ്രാവശ്യവും കൂടെ വായിക്കാമല്ലോ. This then is how you should pray. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Thank you. Our Father in heaven. ദൈവത്തിന്റെ പിതൃത്വത്തെക്കുറിച്ച്, ദൈവം പിതാവായ ദൈവമാണെന്നതിനെ കുറിച്ച് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് നമ്മൾ കണ്ടു. ആ ദൈവത്തോട് ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ. കർത്താവിന്റെ രാജ്യം നമ്മൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് ചിന്തിച്ചത് രാജ്യം എന്ന ആ പദത്തിന്റെ ത്രിമാനമായ അർത്ഥങ്ങളായിരുന്നു. So we were looking into the threefold meaning of the kingdom. And the first meaning we have seen, it's the very realm of the rulership of a monarch, of a king. Second, it is used for the people ruled. And thirdly, this is for the very
rule or the reign itself. In English or in our languages, third meaning is very rarely found, but in biblical language, the third one is more relevant. രാജ്യം എന്നതിൻ്റെ അർത്ഥം നമ്മൾ 3 തലങ്ങളിലാണ് കണ്ടത്. ഒന്ന്, ഒരു രാജാവ് ഭരിക്കുന്ന പ്രദേശം, രാജാവ് ഭരിക്കുന്ന ഒരു എന്താണ് പറയുന്നത്, ജിയോഗ്രഫിക്കൽ ഏരിയ. 2, ഭരിക്കപ്പെടുന്ന ജനം. 3, രാജാവിൻ്റെ ഭരണം തന്നെ രാജ്യമെന്ന് വിളിക്കപ്പെടുന്നു. അതിൽ വേദപുസ്തകാടിസ്ഥാനത്തിൽ, വേദപുസ്തക പശ്ചാത്തലത്തിൽ മൂന്നാമത്തേതിനാണ് കൂടുതൽ പ്രാധാന്യം. ഒരു ദേശം എന്നതിനേക്കാളിലും ഒരു ജനത എന്നതിനേക്കാളിലും എബ്രായ, യവനായ ഭാഷകളിൽ രാജാവിൻ്റെ ഭരണം എന്നതിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം. നാം അത് കാണുകയുണ്ടായി. കൂടാതെ ബൈബിളിൽ, വിശേഷിച്ച് പുതിയ നിയമത്തിൽ നാം കാണുന്നത് എന്താണ്? ഈ 3 അർത്ഥത്തിലും രാജ്യത്തെപ്പറ്റി അല്ല, ദൈവരാജ്യത്തെപ്പറ്റി തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 3 അർത്ഥത്തിലും. അത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഒന്ന്, ഒരു ജനതയെ രാജ്യമെന്ന് വിളിച്ചിട്ടുണ്ട്. എ പീപ്പിൾ called a kingdom, especially in relation with God's kingdom. A people called God's kingdom, as we have seen from Revelation 1 verse 6, and also we can see the same from 5 verse 10. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. അതുപോലെ തന്നെ 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട് ഒരു ജനതയെ, ഒരു സമൂഹത്തെ, ഒരു കൂട്ടം മനുഷ്യരെ ദൈവരാജ്യം എന്ന് വിളിച്ചിട്ടുണ്ട്. അതാണ് നാം ആ ഭാഗങ്ങളിൽ നിന്നും കണ്ടത്. അതുപോലെ 2-ാമത്തെ ഭാഗത്തേക്ക് നാം വരുമ്പോൾ, God's kingdom in the New Testament, it is also for a realm of divine kingdom. ദൈവ രാജ്യം എന്നതുകൊണ്ട് ഒരു സ്ഥലം എന്ന അർത്ഥത്തിലും ഒരു പ്രദേശം എന്ന അർത്ഥത്തിലും നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ദൈവ ഭരണം എന്ന അർത്ഥത്തിലും നമുക്ക് തിരുവെഴുത്തിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവരാജ്യത്തെ അംഗീകരിക്കുക, ദൈവരാജ്യത്തെ അംഗീകരിക്കുക എന്ന അർത്ഥത്തിൽ നാം തിരുവെഴുത്തിൽ കാണുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം അത് കാണുന്നുണ്ട്. 10-ന്റെ 15-ാമത്തെ വാക്യത്തിലാണ് സ്തോത്രം നാം കാണുന്നത്. സ്തോത്രം. മർക്കോസ് മാർക്ക് 10 verse 15 പ്ലീസ്. മർക്കോസ് 10-ന്റെ 15-ാമത്തെ വാക്യം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? ദൈവരാജ്യത്തെ ഒരു ശിശു എന്ന പോലെ കൈക്കൊള്ളുക. അതെന്തുവാ? അവിടെ പറയുന്ന ദൈവരാജ്യത്തിന്റെ അർത്ഥം എന്താ? യേശു അവിടെ എന്താണ് ഉദ്ദേശിച്ചത്? സ്തോത്രം. അതൊരു അക്ഷരീകമായ പ്രദേശമാണോ? ശിശു എന്ന പോലെ കൈക്കൊള്ളത്തക്കതുപോലെ? ഈസ് ഇറ്റ് എ റെൽം?
No. Is it a people? അത് ഒരു ജനതയാണോ? അല്ല. Then what is it? The third one, the very rule of God. As Mark 10:15 says, we have to receive the kingdom of God. What does it mean? Receiving the kingdom of God as a child. So that is acceptance of God's reign, God's rule in our personal lives, yielding ourselves for God's rulership. ദൈവ ഭരണത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന കാര്യമാണത്. ദൈവഭരണത്തിന്, ദൈവാധിപത്യത്തിന് കീഴ്പ്പെടുന്നതാണത്. അപ്പോൾ അത് അവിടെ പറയുന്നത് not people nor realm, but it's the very rule of God. അതൊരു പ്രദേശത്തെ സംബന്ധിച്ചോ അതൊരു ജനതയെ സംബന്ധിച്ചോ അല്ല, പകരം ദൈവത്തിന്റെ ആധിപത്യത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടുത്തേത്. സ്തോത്രം. അതുകൊണ്ട് ആ അർത്ഥങ്ങളിലെല്ലാം നമുക്ക് തിരുവെഴുത്തിൽ, പുതിയ നിയമത്തിൽ ഈ 3 അർത്ഥങ്ങളിലും ദൈവരാജ്യത്തെ പറ്റി പരാമർശമുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. സ്തോത്രം. നമ്മൾ ഇന്നലെ പറഞ്ഞു വന്ന വിഷയം ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ചു വന്നത് ഓർമ്മയുണ്ടോ? ആരെങ്കിലും? ആർക്കും ഓർമ്മയില്ലേ? നമ്മൾക്ക് വേണ്ടി വില കൊടുത്തു. ഓക്കെ. ദൈവരാജ്യത്തെ പറ്റിയുള്ള ഭിന്നാഭിപ്രായങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഓക്കെ. ദൈവരാജ്യത്തെ പറ്റിയുള്ള വിവിധമായ അഭിപ്രായങ്ങൾ, അതിൽ 3 നമ്മൾ നേരത്തെ തുടക്കത്തിൽ ചിന്തിച്ചിരുന്നു. കൺസിസ്റ്റന്റ് എസ്കറ്റോളജി എന്നും റിയലൈസ്ഡ് എസ്കറ്റോളജി എന്നും ഇനാഗുറേറ്റഡ് എസ്കറ്റോളജി എന്നുമുള്ള നിലകളിൽ. അതുകൂടാതെ ദൈവജനം എന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ നിലനിൽക്കുന്ന 3-4 തരത്തിലുള്ള ചിന്തകളുണ്ട്. അതിൽ ഒന്നാണ് ഇന്നലെ രാത്രി നമ്മൾ പങ്കുവെച്ചത്. അതിൻ്റെ പേര് ഒക്കെ പറയുകയാണെങ്കിൽ, ഒന്ന് ക്ലാസിക്കൽ പ്രീ മില്ലേനിസം എന്ന് പറയും. ക്ലാസിക്കൽ പ്രീ മില്ലേനിയലിസം. ക്ലാസിക്കൽ പ്രീ മില്ലേനിയലിസം എന്ന് വിളിക്കുന്ന ഒരു വ്യൂ ഉണ്ട്. മറ്റൊന്ന് ഡിസ്പെൻസേഷണൽ മില്ലേനിയലിസം ഉണ്ട്. ഡിസ്പെൻസേഷണൽ പ്രീ മില്ലേനിയലിസം. ഡിസ്പെൻസേഷണൽ പ്രീ മില്ലേനിയലിസം. മൂന്നാമതൊരു വ്യൂ ഉണ്ട്, അമില്ലേനിയലിസം. ദർ ഈസ് നോ മില്ലേനിയം. അമില്ലേനിയലിസം. സഹസ്രാബ്ദ നിഷേധാൽവാദം എന്നാണ് അതിനെ വിളിക്കുന്നത്. സഹസ്രാബ്ദം എന്നൊന്നില്ല എന്ന നിലയിലാണ്. പിന്നെ 4മത്തേതൊന്നുണ്ട്, പോസ്റ്റ് മില്ലേനിയലിസം. പോസ്റ്റ് മില്ലേനിയലിസം. അവര് കരുതുന്നത്, ഈ പോസ്റ്റ് മില്ലേനിയലിസംകാര് കരുതുന്നത്, ദൈവസഭയിലൂടെയാണ് ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അങ്ങനെ ദൈവസഭയുടെ കാലഘട്ടത്തിലാണ് ദൈവീയ ഭരണം ഉണ്ടാകുന്നത്. പിന്നെ അവര് പറയുന്നത്, ഓൺലി ആഫ്റ്റർ ദിസ് മില്ലേനിയലിസം
or the golden age will Christ return for the final judgment. അവര് അതല്ലാതെ ഒരു സഹസ്രാബ്ദ വാഴ്ച ഇല്ല എന്ന് പറയുന്നില്ലെങ്കിലും ഈ ദൈവസഭയിലൂടെ സഹസ്രാബ്ദ വാഴ്ച ദൈവം നടത്തിയ അനന്തരമേ യേശുക്രിസ്തു ന്യായം വിധിക്ക് വേണ്ടിയിട്ട് രണ്ടാമതും വരൂ എന്ന് പറയുന്നവരാണ് പോസ്റ്റ് മില്ലേനിയസംകാര്. അതായത് 1000 ആണ്ട് വാഴ്ചക്കാലത്തിന് ശേഷം മാത്രമേ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ് നടക്കൂ എന്ന് പറയുന്ന കൂട്ടരാണ് പോസ്റ്റ് മില്ലേനിയലിസം. എന്നാൽ ഈ ഒടുവിലത്തെ രണ്ടും നമ്മുടെ സഭകൾ പൊതുവെ അംഗീകരിക്കുന്നില്ല, ഒടുവിലത്തേത് രണ്ടും. എന്നാൽ നമ്മുടെ സഭകൾ പൊതുവെ അംഗീകരിക്കുന്നത് ആദ്യത്തേത് രണ്ടുമാണ്. ആദ്യത്തെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം, ആദ്യത്തേത് രണ്ടും തമ്മിൽ നല്ല ക്ലാഷ് നടക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം പറഞ്ഞല്ലോ, ഡിസ്പെൻസേഷണൽ പ്രീമില്ലേനിയലിസം. ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞാൽ യുഗപരമായ സഹസ്രാബ്ദ വാഴ്ചക്കാലം എന്നതാണ്, യുഗപരമായിട്ടുള്ളത്. അതിൽ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ആ കൂട്ടർ വിശ്വസിക്കുന്നത് ഈ ദൈവരാജ്യം എന്ന് അക്ഷരീയമായിട്ട് പറയുന്ന ഒന്നുണ്ട്. അത് പക്ഷേ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിലെ ദൈവാധിപത്യത്തിന് പറയുന്ന പേരാണ് ഈ ഡിസ്പെൻസേഷണൽ പ്രീ മില്ലേനിയലിസം എന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഇന്നലെ ഞാൻ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞത്. ബൈബിൾ മശിഹൈക രാഷ്ട്രത്തെ പറ്റി പറയുന്നുണ്ട്. ബൈബിൾ സ്പീക്സ് ഓഫ് ദ മെസ്സിയാനിക് kingdom. That messianic kingdom was inaugurated spiritually by the advent of Jesus in human form. While Jesus was doing his public ministry, that kingdom of God was inaugurated. ബലവാനെ പിടിച്ചു കെട്ടുന്ന, അവനെ കൊള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടുകൂടെ സാത്താന്റെ രാജ്യത്തിലേക്കുള്ള ഒരു തള്ളിക്കയറ്റം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സാത്താന്റെ അടിമത്വത്തിൽ കിടന്നിരുന്ന ജനതകളെ യേശുക്രിസ്തു വിടുവിച്ചയക്കുന്നത് നാം കാണുന്നു. പിശാച് ബാധിച്ചവരെ യേശു സ്വതന്ത്രരാക്കിയതായി തിരുവെഴുത്ത് പറയുന്നുണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയോടുകൂടെ തന്നെ ദൈവത്തിന്റെ രാജ്യസ്ഥാപനം ഈ ഭൂമിയിൽ തുടങ്ങി. അത് പക്ഷെ അക്ഷരീയമായിരുന്നില്ല. അതിന് തെളിവാണ് നമ്മൾ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ക്രൂശീകരണ വേളയിൽ പറഞ്ഞു കേട്ടത്, എൻ്റെ രാജ്യം ഐഹികമല്ല. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് തന്നെ ഈ ദൈവരാജ്യ സ്ഥാപനം നടന്നു എന്ന് പറയുമ്പോൾ അത് അക്ഷരീകമല്ല എന്നും കൂടെ നാം മനസ്സിലാക്കണം. അത് പൂർണ്ണവും അല്ല, അത് പൂർണ്ണവുമല്ല. സ്തോത്രം. എന്നാൽ ക്രിസ്തുവിന്റെ ആ രാജ്യത്തിന്റെ ഒരു സ്ഥാപനത്തിന്റെ എന്താണ് പറയുന്നത്, തികവ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് ആ ഭരണത്തിന്റെ ന്യായമായ അധികാരം ലഭിക്കുന്നത് ക്രൂശിൽ വെച്ചാണ്. സ്തോത്രം. എങ്ങനെ? പാപത്തിന് പരിഹാരം വരുത്തിയതിലൂടെ. പാപത്തിന് പരിഹാരം വരുത്തിയപ്പോൾ
മനുഷ്യരുടെ മേലും അത് നിമിത്തം പ്രപഞ്ചത്തിന്റെ മേലും പിശാചിനുണ്ടായിരുന്ന സ്വാഭാവികമായ അവന്റെ അധികാരം നഷ്ടപ്പെട്ടു. നമ്മൾ അതുകൊണ്ട് ആ പാട്ട് പാടുന്നത് ശ്രീയേശുനാമം അതിശയനാമം എന്ന പാട്ടിനകത്ത് വാനം ഭൂമി ഏവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം, വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം വയ്പ്പിച്ച നാമം. സ്തോത്രം. എങ്ങനെയാണ് അവയെ ആയുധം വയ്പ്പിച്ചത്? കർത്താവ് ഈ ശക്തികളുമായിട്ടൊന്നും നേരിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ അങ്ങനെ നേരിട്ടുള്ള ഒരു യുദ്ധം പിശാചുമായിട്ട് കർത്താവ് ഒരിക്കൽ മാത്രമേ നടത്തുന്നുള്ളൂ. അത് ഗോഗ് മാഗോഗ് യുദ്ധമാണ്. വെളിപ്പാട് 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഗോഗ് മാഗോഗ് യുദ്ധം മാത്രമേ പിശാചും കർത്താവുമായിട്ട് നേരിട്ട് നടക്കുന്നുള്ളൂ. എന്നാൽ നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്ന കാര്യമാണ് കർത്താവ് പിശാചിനെ പരാജയപ്പെടുത്തി എന്നുള്ളത്. സ്തോത്രം. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് യോഹന്നാൻ പറയുന്നു. അതുപോലെ ഇന്നലെ നമ്മൾ വായിച്ചു 1 കൊരിന്ത്യർ 15-ാം അധ്യായം 24 തൊട്ട് 26 വരെയുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ പോട്ടെ 23 തൊട്ട് 28 വരെയുള്ള വാക്യങ്ങളിൽ. അതിന് രത്നച്ചുരുക്കമായിരുന്നു എല്ലാ ശത്രുക്കളെയും നീക്കിക്കളഞ്ഞിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സ്തോത്രം. അബോളിഷിങ് ഓൾ ദ എനിമീസ്, അവയെ മുഴുവനും നീക്കിക്കളയാനുള്ള ലീഗൽ റൈറ്റ്, നിയമപരമായ അധികാരം അല്ലെങ്കിൽ അവകാശം യേശുക്രിസ്തു നേടിയെടുത്തത് കാൽവറിയിലാണ്. അതിന്റെ അർത്ഥം തെറ്റിദ്ധരിക്കരുത്. ക്രൂശിന് മുമ്പ്, അല്ലെ ക്രൂശീകരണത്തിന് മുമ്പ്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പ് യേശുവിന് ഇതിനൊന്നിനും അധികാരമില്ലായിരുന്നു എന്നല്ല. ആസ് ഗാഡ് ഹി ഹാഡ് ദ റൈറ്റ്. ദൈവം അല്ലെങ്കിൽ ദൈവപുത്രൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് സകലത്തിന്മേലും അധികാരം ഉണ്ടായിരുന്നു. അനാദി മുതലേ പ്രീ എക്സിസ്റ്റന്റ് ക്രൈസ്റ്റ് ആയതുകൊണ്ട്, യേശുക്രിസ്തു മനുഷ്യനായി പിറക്കുന്നതിന് മുമ്പേ ഉള്ളവനായതുകൊണ്ട് യേശുവിന് ആ അധികാരം ഉണ്ടായിരുന്നു. പക്ഷേ മാനവജാതിയെ വീണ്ടെടുക്കാനും ഭൂമിയെ വീണ്ടെടുക്കാനും ഈ മാനവജാതിയുടെയും ഭൂമിയുടെ മേലും അധികാരം നടത്താനും ഒക്കെ മനുഷ്യപുത്രൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിന് ന്യായമായ ചിലത് നിവർത്തിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യോർദാനിൽ സ്നാനമേൽക്കുന്ന സമയത്ത് യോഹന്നാനോട് യേശു പറഞ്ഞത്, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സർവ നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. എന്തിനാ യേശു പാപമില്ലാത്ത, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതനായ, പാപം അറിയാത്ത, പാപം ചെയ്തിട്ടില്ലാത്ത യേശു മാനസാന്തര സ്നാനമെടുത്തത്? മറ്റുള്ള മനുഷ്യരൊക്കെ എടുത്തതുപോലെയുള്ള മാനസാന്തര സ്നാനമായിരുന്നോ യേശു എടുത്തത്? അല്ല. യേശുവിന് മാനസാന്തര സ്നാനത്തിന്റെ ആവശ്യം ഇല്ലായിരുന്നു. എന്നാൽ എന്തിനു വേണ്ടി? ക്രിസ്തു എന്തിനായിട്ട് വന്നു? അതിൽ ദൈവത്തിന്റെ നിയമമനുസരിച്ച് വ്യവസ്ഥ പ്രകാരം അവകാശം പ്രാപിക്കേണ്ടതിന് മനുഷ്യന്റെ പ്രതിരൂപമായി നിന്നുകൊണ്ട്, മനുഷ്യന്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട് അവന്, സ്തോത്രം, എന്ത് സ്വീകരിക്കേണ്ടി വന്നു?
സ്നാനം, സ്നാനം. സ്തോത്രം. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായിട്ട് നാം കാണുന്നത്, ക്രൂശിൽ യേശു മരിക്കുന്നു. എന്തിനാ? പാപത്തിന് പരിഹാരം വരുത്താൻ. സ്തോത്രം. പാപത്തിന് പരിഹാരം വരുത്താൻ. സാത്താനെ തോൽപ്പിക്കാൻ യേശുവിന് ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നോ? ഇല്ല, ആവശ്യമില്ല. സ്തോത്രം. ആവർത്തിക്കുന്നു, സാത്താനെ തോൽപ്പിക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന് ക്രൂശിൽ മരിക്കേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഭൂതാത്മാക്കളൊക്കെ വിളിച്ചു ചോദിച്ചത്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നു, ഞങ്ങളെ വിട്ടുപോകണമേ, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ സാത്താന്യ ദൂതന്മാർ നിലവിളിച്ചത് അതുകൊണ്ടാണ്. സ്തോത്രം. എന്നാൽ പിന്നെ എന്തിനാ യേശുവിന് ക്രൂശിൽ മരിക്കേണ്ടി വന്നത്? പാപത്തിന് പരിഹാരം വരുത്താനാ. പാപത്തിന് പരിഹാരം വരുത്തിയിട്ട് ആ പാപം നിമിത്തം മനുഷ്യജാതിയിന്മേൽ അവകാശം പറഞ്ഞിരുന്ന, അധികാരം ചെലുത്തിയിരുന്ന സാത്താനെ നീക്കുക, അവന്റെ അടിമത്വത്തിൽ നിന്നും മാനവജാതിയെ വിടുവിക്കുക. സ്തോത്രം. വിടുവിക്കുക. ആ വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിച്ചാൽ കാര്യം മനസ്സിലാകും. കൊലോസ് ലേഖനം 2-ാമത്തെ അധ്യായം. കൊലോഷ്യൻസ് chapter 2. That means Jesus did not have to die on the cross to defeat the devil, because Jesus had the sovereign authority even over the Satan. But again, why did Jesus die on the cross? To make remissions, to buy our pardon, to make remissions for our sin, for remedy of our sins, to deliver the human race from the bondage of sin, and thus to deliver entire humanity from the rightful authority of the devil. Let's read from Colossians chapter 2 and verse 13. Yeah, verses 14 and 15. It begins actually from verse number 8. We will just read verses 14 and 15. കൊലോസ് ലേഖനം 2-8 മുതൽക്കുള്ള വാക്യങ്ങളാണെങ്കിലും നമുക്ക് തൽക്കാലത്തേക്ക് 14-ഉം 15-ഉം വാക്യം മതി. ആദ്യം 15-ാം വാക്യം വായിക്കാം, പിന്നെ വായിച്ചാൽ മതി നമുക്ക് 14-ാം വാക്യം. 15-ാം വാക്യം. Yes. And having disarmed the powers and authorities, he made a public spectacle of them, triumphing over them by the cross. Yeah, Jesus made a public spectacle of the powers and authorities on the cross. യേശു ക്രിസ്തു എന്ത് ചെയ്തു? വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും ക്രൂശിൽ യേശു ക്രിസ്തു പരസ്യ കാഴ്ചയാക്കി. Jesus made a public spectacle of these powers and authorities. Here, powers and authorities denote the evil kingdom, the kingdom of darkness, the kingdom of the devil. ഇവിടെ വാഴ്ചകളെന്നും അധികാരങ്ങളെന്നും ഉദ്ദേശിക്കുന്നത് പൈശാചിക സാമ്രാജ്യത്തെയാണ്, അന്ധകാരത്തിന്റെ അധികാരങ്ങളെയാണ്. അവയെ യേശു ക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്? ആയുധവർഗം വയ്പ്പിച്ചു,
അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. Jesus won over them. That means defeated completely, and Jesus made them a public spectacle. Now the question comes, how? 15-ാമത്തെ വാക്യം 3 കാര്യങ്ങൾ യേശു ചെയ്തു ക്രൂശിൽ ഇരുളിന്റെ ശക്തികളോട്. ആയുധവർഗം വയ്പ്പിച്ച് ജയോത്സവം കൊണ്ടാടി അവയെ കൂത്തുകാഴ്ചയാക്കി, പരസ്യ കാഴ്ചയാക്കി. ഇനിയുമാണ് ചോദ്യം, എങ്ങനെ? ഹൗ ഡിഡ് ഹി ഡു ദാറ്റ്? എങ്ങനെയാണ് യേശു അത് ചെയ്തത്? എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? യെസ്. എങ്ങനെയാണ് യേശു ഈ കാര്യങ്ങൾ ക്രൂശിൽ ചെയ്തത്? അതുകൊണ്ട് നമ്മൾ പാടുന്നത് പാട്ടിന് തെറ്റൊന്നുമില്ല, പാട്ട് ശരിയാണ്. എന്താ? വാനം ഭൂമിയേവം പാതാളം ഒരുപോൽ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂവിലുമുള്ള എല്ലാ അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച നാമം. ശരിയാണ്. ഈ 15-ാം വാക്യം ആണ് അതിന്റെ ആധാരം. പക്ഷേ ചോദ്യം, എങ്ങനെയാണ് യേശു അത് ചെയ്തത്? യെസ്, സ്തോത്രം. വേഴ്സ് നമ്പർ 14, 14-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി 14-ാം വാക്യം വായിച്ചോളൂ. Now we can read verse number 14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളയും. സ്തോത്രം. എങ്ങനെയാ 15-ാം വാക്യം സംഭവിച്ചത്? അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. 2, ചട്ടങ്ങളാൽ എന്ന് പറഞ്ഞാൽ വിധിപ്രകാരം, നിയമപ്രകാരം, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവും ആയിരുന്ന കൈയെഴുത്ത് മായിച്ചു, അവയെ ക്രൂശിൽ തറച്ചു. ദൈവത്തിനും നമുക്കും നടുവിൽ നിന്ന് നീക്കി. സ്തോത്രം. ഇത്രയും ചെയ്തപ്പോൾ 15-ാം വാക്യം ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു. അപ്പോൾ സാത്താന് നമ്മുടെ മേൽ അവകാശം കൊടുത്തിരുന്നത് നമ്മുടെ പാപവും നമ്മുടെ പാപത്തിനെതിരായിട്ടുള്ള ദൈവത്തിന്റെ ചട്ടങ്ങളുമായിരുന്നു. മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മനുഷ്യന്റെ പാപവും മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യനോട് ദൈവം ചെയ്ത ചട്ടങ്ങളും നമുക്ക് വിരോധമായി നിന്നു. അങ്ങനെ പിശാചിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടായി. യേശു ക്രൂശിൽ ആ കാരണത്തിന് പരിഹാരം വരുത്തി. സാത്താനുമായിട്ട് യേശുവിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അവിടെ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന ദൈവമുണ്ടാക്കിയ ചട്ടങ്ങളെ മാറ്റി നമ്മുടെ അതിക്രമങ്ങളൊക്കെ ക്ഷമിച്ചു. ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പ് വരുത്തി. ഇത്രയും ആയപ്പോൾ തന്നെ എന്തുണ്ടായി? പിശാചിന് നമ്മുടെ മേൽ ഉണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെട്ടു. എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായം 13, 14, 15. Ephesians chapter 2 verses from 13.
But now in Christ, you who were once were so far away, through the blood of Christ have been brought near. For he himself, our peace, he has made both us one body and has broken down the hostile dividing wall between us by abolishing in his own crucified flesh the enmity caused by the law with its decrees See, and the ordinances, enmity, see, mole, the enmity caused by the law. By with the its law. Yeah. decrees and ordinances, which he annulled, that he from the two might create in himself one new man, so making peace. സ്തോത്രം. മലയാളത്തിൽ 14-ാമത്തെ വാക്യത്തിലാണ് ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവരിനെ ഇടിച്ചു കളഞ്ഞത്, സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാനും എന്ന് പറഞ്ഞു കിടക്കും. ഇപ്പൊ കൊലോസ്യർ 2:14-15 എഫേസ്യർ 2:14-15 രണ്ടും ഒരേ ഓർത്തിരിക്കാൻ എളുപ്പ. 2-ാം അധ്യായവും 14-15 വാക്യങ്ങളാണ്. See, here what was the hostility between God and man? The hostility made by the law. If there was no law, there could not have been any hostility. നിയമം ഇല്ലായിരുന്നെങ്കിൽ, ചട്ടങ്ങൾ കൽപ്പനകളും ഇല്ലായിരുന്നെങ്കിൽ, നമ്മൾ പാപം ചെയ്തതുകൊണ്ട് ദൈവവും നമ്മളും തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ലായിരുന്നു. പക്ഷെ ദൈവം ഉണ്ടാക്കിയ ചട്ടങ്ങളാണ്, കൽപ്പനകളാണ്. നാം അവയെ വിളിക്കുന്ന പേരാണ് the righteous demands of God's holiness. The righteous demands of God's righteousness. That's why we say Jesus on the cross satisfied the righteousness of God. ദൈവത്തിന്റെ നീതിയെ യേശുക്രിസ്തു നിവർത്തിച്ചു എന്ന് തൃപ്തിപ്പെടുത്തി എന്നതുകൊണ്ടാ പറയുന്നത്. The righteous demands of God were met on the cross. When the righteous demands of God were met, God was pleased to make reconciliation with man. When God reconciled the world with him, the devil lost his authority. The devil lost the battle. Praise God. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി പിറന്നു ശുശ്രൂഷ ചെയ്തത് മുതൽ ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ ശക്തിയോടെ ഇറങ്ങി എന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെയാണ് ഭരണാധിപത്യത്തിന്, ഭൂമിയിലെ മനുഷ്യജാതിയിന്മേൽ ഭരിക്കുന്നതിന് യേശുക്രിസ്തുവിന് ന്യായമായ നിയമപ്രകാരമുള്ള അധികാരം ലഭിക്കുന്നത്. ദൈവം എന്ന നിലയിലല്ല, മനുഷ്യൻ എന്ന നിലയിൽ, വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ. എന്തുകൊണ്ട്? മനുഷ്യർക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതിരുന്നതിന് 2 കാരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ? ഒന്ന്, മനുഷ്യന്റെ
പാപം, നിങ്ങളും കൂടെ എൻ്റെ കൂടെ ഒന്ന് വന്നേരെ. മനുഷ്യന്റെ പാപം, മനുഷ്യന്റെ പാപം. 2, ദൈവത്തിന്റെ ചട്ടങ്ങൾ. യെസ്, ദൈവത്തിന്റെ ചട്ടങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ നിയമങ്ങൾ. ദൈവത്തോട് മനുഷ്യൻ അടുക്കാൻ കഴിയാതെ ഇരുന്ന 2 കാരണങ്ങൾ: മനുഷ്യന്റെ പാപവും ദൈവത്തിന്റെ നിയമങ്ങളും. സ്തോത്രം. എന്നാൽ ആ നിയമം പാപിയായ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തോ, ആവശ്യപ്പെടുന്നത് എന്തോ, അത് യേശു ക്രൂശിൽ കൊടുത്തു. സാത്താനല്ല കൊടുത്തത്. യേശു ക്രിസ്തു കൊടുത്തത് സാത്താനല്ല. പകരം ദൈവത്തിന്റെ നീതിയുള്ള വിധികളെയാണ് തൃപ്തിപ്പെടുത്തിയത്. സ്തോത്രം. യെസ്, ദൈവത്തിന്റെ നീതിയുള്ള വിധിയെ Jesus satisfied the righteous demands of God's law on the cross for reconciliation. അങ്ങനെ യേശുക്രിസ്തു ക്രൂശിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി പിശാചിനെ ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കി. അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. അവയെ പരസ്യ കാഴ്ചയാക്കി. അങ്ങനെ ഇപ്പോൾ യേശുക്രിസ്തു ആരായിരിക്കുന്നു? നിയമപ്രകാരം ഭരണം നടത്തുവാൻ, മനുഷ്യന്റെ മേൽ ആധിപത്യം നടത്തുവാൻ അവകാശമുള്ളവനായിരിക്കുന്നു. So this crucifixion and consequent resurrection gives rightful authority to Jesus to rule over the earth and human race. Praise God. ഇത്രയും കാര്യങ്ങൾ മനസ്സിലേക്ക് കാണുമെന്ന് ഞാൻ കരുതുന്നു. സ്തോത്രം. Praise God. ഇങ്ങനെ യേശുക്രിസ്തു ദൈവത്തിന്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് അധികാരിയും അവകാശിയുമായി. സ്തോത്രം. അത് അങ്ങ് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കിടപ്പുണ്ട്. ഉൽപ്പത്തി പുസ്തകം chapter 49, Genesis chapter 49, verse number 10. Yeah, you can read from 9 and 10. ഉൽപ്പത്തി 49-ന്റെ 9-ഉം 10-ഉം. You are a lion's cub, Judah. You return from the prey, my son. Like a lion, he crouches and lies down. Like a lioness who dares to rouse him. The scepter will not depart from Judah, nor the ruler's staff from between his feet, until he to whom it belongs shall come, and the obedience of the nations shall be his. Amen. Thank you, Mane. See here, Jacob was blessing his children, and also he was prophesying about their future. When he was speaking to Judah, he spoke something about as a messianic prophecy. നമുക്കറിയാം, യാക്കോബ് തന്റെ മക്കളെ ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിക്കുകയാണ് ഇവിടെ. അവരുടെ ഭാവിയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ യഹൂദയോട് പറയുന്ന കാര്യമാണ്. ആ യഹൂദയോട് തന്റെ പാരമ്പര്യങ്ങൾ ഭാവികാലം സംബന്ധിച്ച് പറയുമ്പോൾ മശിഹൈക പ്രവചനമാണ് ഇവിടെ ഉള്ളത്. എന്താ പറയുന്നത്?
സ്തോത്രം. നമ്മൾ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് ദ ലയൺ ഓഫ് ജൂഡ. ജീസസ് ഈസ് കോൾഡ് ദ ലയൺ ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിലെ സിംഹം. അതിന്റെ വേര് കിടക്കുന്നത് ഈ 9-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തി 49:9. സ്തോത്രം. എന്നിട്ട് പറയുന്നത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല. അവകാശമുള്ളവൻ എന്നിവിടെ പറയുന്നത് ആരെ കുറിച്ചാ? സ്തോത്രം. യേശുക്രിസ്തുവിനെ പറ്റി. Yes, the one who has the right to rule. ഭരണം നടത്തുവാൻ അധികാരമുള്ളവൻ. സ്തോത്രം. ഭരണം നടത്തുവാൻ അധികാരമുള്ളവൻ. സ്തോത്രം. ഇവിടെ നാം കാണുന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നും യേശുക്രിസ്തു ഉത്ഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സംഗതിയാണ്. the Shiloh, the Messiah. Shiloh is something related to Shalom. Amplified versionil English ബൈബിളിൽ കൊടുത്തിരിക്കുന്നതാണ് പറഞ്ഞത്. അവിടെ അവകാശമുള്ളവൻ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഷീലോ എന്ന, അതിലും എസ് ക്യാപിറ്റൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഷീലോ. ഷീലോ ഈസ് സംതിങ് റിലേറ്റഡ് ടു ഷലോം, സമാധാനപുത്രൻ, സമാധാനദായകൻ, സമാധാന പ്രഭു എന്നൊക്കെ യെശയ്യാവ് വിളിച്ച അതേ പ്രയോഗം തന്നെ. ദാറ്റ്സ് എ മെസ്സിയാനിക് ടൈറ്റിൽ. മെസ്സിയാനിക് ടൈറ്റിൽ മശിഹായെ പറ്റി പറയുന്ന കാര്യമാണ്. അപ്പോൾ മശിഹ, സ്തോത്രം, ഒരു കൂട്ടർ ഡിസ്പെൻസേഷണൽ പ്രീ മില്ലേനിയലിസംകാർ പറയുന്നത് ഈ മശിഹ ഇസ്രായേലിനാണ് രാജ്യം സ്ഥാപിതമാക്കി കൊടുക്കുന്നത്. ഇസ്രായേലിലാണ് ദൈവാധിപത്യം സ്ഥാപിക്കുന്നത്, ദൈവിക ഭരണം. പക്ഷേ ബൈബിൾ ആകമാനം നാം പരിശോധിച്ചാൽ ഈ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹങ്ങൾ ഇസ്രായേലിന് മാത്രമുള്ളതാണോ? അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്തോത്രം. So that the future kingdom of God will be at the messianic kingdom, but that is not only for the people of Israel. It is not just a nationalism of Israel, but instead it will be a universal kingdom. Jesus will establish his universal kingdom down here on earth itself. When God says, the Bible says, we the saints are made his kingdom, that is not only that we are under his kingship, but rather we will be along with his kingship. Got it? നമ്മൾ കണ്ടു വെളിപ്പാട് പുസ്തകം 1:6 നിന്നും 5:10 നിന്നും വിളിക്കുന്നത് പിതാവായ ദൈവത്തിന് നമ്മൾ രാജ്യമാണെന്ന്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ദൈവത്തിന്റെ രാജ്യമാണെന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആ ദൈവരാജ്യമാണ് നാം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തല്ല? നമ്മുടെ മേൽ ദൈവം ആധിപത്യം നടത്തുന്നു എന്നല്ല.
എന്ന് മാത്രമല്ല, നമ്മുടെ മേൽ ദൈവം ആധിപത്യം നടത്തുന്നു എന്ന് മാത്രമല്ല, പിന്നെ എന്താണ്? എന്തും കൂടെയാണ് കൂടുതലായിട്ടും ക്രിസ്തുവിനോട് കൂടെ നമ്മളും വാഴുന്നു എന്ന അർത്ഥത്തിലാണ്. വ്യത്യാസം മനസ്സിലായോ? When the Bible says that we are God's kingdom, that doesn't mean, that means not only that we are ruled by God, we are his dominion, but instead one more thing is there, we are ruling with Christ. അത് മനസ്സിലാവുക ഞാൻ പറഞ്ഞത്? ഒന്നാം അധ്യായം, ഓക്കെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും 5-ാം അധ്യായം 10-ാം വാക്യത്തിലും 1-ന്റെ 6 നമ്മൾ നേരത്തെ ഒരിക്കൽ വായിച്ചതാണ്. 5-ന്റെ 10 വായിച്ചോളൂ. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. സ്തോത്രം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇൻ ഇംഗ്ലീഷ് ഇറ്റ് ഈസ് വേഴ്സ് 11. മലയാളത്തിൽ 10-ാം വാക്യമാണ്. And you have made them a kingdom. Yes. And you have made them a kingdom, a royal race, and priests to our God, and they shall reign as kings over the earth. സ്തോത്രം. അവരെന്ത് ചെയ്യുന്ന വായിച്ചത്? ഭൂമിയിൽ വാഴുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ രാജ്യം എന്ന് പറയുമ്പോൾ 2 അർത്ഥത്തിലാണത്. എങ്ങനെയൊക്കെ? ഒന്ന്, ദൈവാധിപത്യത്തിന് നമ്മൾ സ്വയം വിധേയപ്പെടുക. 2, നമ്മളും ക്രിസ്തുവിനോട് കൂടെ രാജാക്കന്മാരായിട്ട് വാഴുക. ഈ 2 അർത്ഥവും അവിടെയുണ്ട്. When the Bible says we are God's kingdom, as in Revelation 1:6 and 5:10 and 11, that means not only that we are under the rulership of God. Of course, God reigns over us. God's reign is there in our lives. We should be loyal to God's kingship. It is, of course, there. But not only that, but also another side is there, that we ourselves will be ruling. But not alone, but along with Christ. Not alone. അതിന്റെ കൂടെ 20 verse 4 also, Revelation 20 and verse 4, 20-ന്റെ 4-ാം വാക്യവും കൂടെ വെളിപ്പാട് പുസ്തകം 20-ന്റെ 4-ഉം കൂടെ വായിക്കാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. കണ്ടോ? ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇവിടെ എല്ലാം നാം കാണുന്നത് the universal kingdom of God. സ്തോത്രം. ക്രിസ്തുവിനോട് കൂടെ വാണു. So the question is there, whom shall we rule over?
നമ്മൾ ആരെയാണ് അവിടെ ഭരിക്കുന്നത് എന്നൊരു ചോദ്യം. അന്ന് ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന ഇസ്രായേലും ജാതികളുമായവരെ 1000 ആണ്ട് വാഴ്ചയിൽ ഈ ഭൂമിയിൽ ശരീരത്തിൽ ജഡത്തിൽ ജീവിച്ചിരിക്കുന്ന 2 കൂട്ടരുണ്ട്. യഹൂദന്മാരുമുണ്ട്, ജാതികളുമുണ്ട്. സഭ ക്രിസ്തുവിനോട് കൂടെ വാഴ്ച നടത്തും. ഭൂമിയിൽ ജഡത്തിലായിരിക്കുന്ന ജാതികളിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഉള്ളവരെ അവർ ഭരിക്കും. ആ 2 കൂട്ടരാണ് 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുക. സ്തോത്രം. നാം ഇതുവരെ മനസ്സിലാക്കിയത് ദൈവരാജ്യം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു. ദൈവം യേശു ക്രിസ്തുവിലൂടെ ഭരിക്കുന്ന മശിഹൈക രാജ്യം. അതിൻ്റെ 3 അർത്ഥതലങ്ങൾ. ഒന്ന്, ദൈവാധിപത്യം. ഈ ഭൂമിയിൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രധാനമായും തുടക്കം ദൃശ്യമായ നിലയിലിട്ടത് യേശുവിന്റെ പരസ്യ ശുശ്രൂഷയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെയും ഉയർത്തെഴുന്നേൽപ്പോടുകൂടെയും അത് അരക്കിട്ടുറപ്പിച്ചു. എന്നാൽ അതിന്റെ കൺസ്യൂമേഷൻ, പൂർണ്ണത ഇതുവരെ എത്തിയിട്ടില്ല. അതിന് കർത്താവിന്റെ 2ാം വരവിനായിട്ട് കാത്തിരിക്കുന്നു. മറ്റൊന്ന്, ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനതയാണ്. അത് 2 അർത്ഥത്തിൽ നമ്മൾ കണ്ടു. ഒന്ന്, നമ്മുടെ മേൽ ദൈവം കർത്തൃത്വം നടത്തുന്നു. മറ്റൊന്ന്, സ്തോത്രം, നാം കർത്താവിനോട് കൂടെ വാഴും. ആ 2 അർത്ഥത്തിലും ദൈവമക്കൾ ദൈവത്തിന്റെ രാജ്യമാണ്. മൂന്നാമത്തേത് നാം കാണുകയായിരുന്നു. സ്തോത്രം. എന്താണ്? ദൈവത്തിന്റെ അക്ഷരീയമായ രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോകുന്നു. യെരൂശലേം തലസ്ഥാന നഗരമാക്കിക്കൊണ്ട് ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും. അത് ഇസ്രായേലിന് വേണ്ടി മാത്രമല്ല, സാർവലൗകികമായ രാഷ്ട്രമായിരിക്കും. നെബൂഖദ്നേസർ രാജാവിന് ദാനിയേൽ 2-ാം അധ്യായത്തിൽ ദൈവം സ്വപ്നം, ഒരു ബിംബത്തിന്റെ സ്വപ്നം കാണിച്ചു കൊടുത്തപ്പോൾ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ബിംബത്തെ മുഴുവനും അടിച്ചു പൊടിയാക്കി ഭൂമി മുഴുവനും നിറഞ്ഞു വരുന്നതായി ദാനിയേൽ 2-ന്റെ 34-35 വാക്യങ്ങളിൽ കാണുന്നു. അതിന്റെ വ്യാഖ്യാനം 44 മുതലുള്ള വാക്യങ്ങളിൽ ദാനിയേൽ കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം. ധാരാളം പ്രസംഗങ്ങൾ നാം ആ വിഷയങ്ങളിലൊക്കെ കേട്ടിട്ടുള്ളവരാണ്. കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് ആരെ കാണിക്കുന്നതാണ്? യുഗങ്ങളുടെ പാറയായ ക്രിസ്തുവിനെ, പിളർക്കപ്പെട്ട പാറയായ ക്രിസ്തുവിനെ. മനുഷ്യർ തള്ളിയതെങ്കിലും കെട്ടിടത്തിന്റെ ആദ്യത്തെ പ്രധാനപ്പെട്ട മൂലക്കല്ലായി തീർന്ന ക്രിസ്തുവിനെ, സ്തോത്രം, അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിനെ, സ്തോത്രം, കാണിക്കുന്നതാണ് കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല്. അത് ആ ക്രിസ്തു, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ സാമ്രാജ്യം, ക്രിസ്റ്റോക്രസി, അത് ഭൂമിയിലെങ്ങും വ്യാപിക്കും, സാർവലൗകികമായിട്ടുണ്ടാകും. അന്ന് വേറെ ഒരു ഭരണവും ഉണ്ടാവില്ല. സകല മാനുഷിക ഭരണകൂടങ്ങളെയും യേശു ക്രിസ്തുവിന്റെ ഭരണകൂടം മാറ്റും. സ്തോത്രം. അതുവരെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ആ ബിംബത്തിന്റെ തല മുതൽ പാദം വരെ
ബാബിലോൺ, മേദ്യപേർഷ്യ, ഗ്രീസ്, റോം എന്നീ 4 സാമ്രാജ്യങ്ങൾ ലോകത്തെ മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BC 606 തുടങ്ങി ഈ 4 സാമ്രാജ്യങ്ങളാണ് ലോകത്തെ ഭരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലോകത്തെ ഭരിക്കുന്ന എതിർ ക്രിസ്തു വന്ന ഭരണാധികാരിയും ഇതിന്റെ തുടർച്ചയായിട്ടായിരിക്കും. എന്നാൽ ദാനിയേൽ അവിടെ സ്വപ്നം വ്യാഖ്യാനിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, സ്തോത്രം, ദൈവം ദാനിയേലിലൂടെ വെളിപ്പെടുത്തുന്ന കാര്യം എന്താണ്? യേശു ക്രിസ്തു ആ കൈ തൊടാതെ പറഞ്ഞു വരുന്ന കല്ല്, അത് ഇതുവരെ ഉണ്ടായിരുന്ന സകല മാനുഷിക ഭരണകൂടങ്ങളെയും തച്ചുടച്ച് ഇല്ലാതെയാക്കി ഇനിയും വേറെ ഒരാൾക്ക് ലോകഭരണം കൈമാറാത്ത വിധം ഭരണം കൈയാളും. അതായത് ബാബിലോണിന് മേദ്യപേർഷ്യയുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ രാജ്യത്തെ മാറ്റി മറ്റൊരു രാജ്യം ഈ ലോകത്തിൽ ഭൂമിയിലെങ്ങും ഉണ്ടാവുകയില്ല. അതായത് യേശു ക്രിസ്തുവിന്റെ രാജ്യം, മശിഹൈക രാജ്യം, ഒന്ന് സാർവത്രികമായി സർവഭൂമിയിലും നിറയുന്ന രാജ്യമായിരിക്കും. 2, മറ്റൊരു ഭരണാധിപന് കൈമാറാത്ത വിധം അത് നിത്യ സാമ്രാജ്യമായിരിക്കും. സ്തോത്രം. ഇളകിപ്പോകുന്നതാണ് ഈ ഭൂമിയുടെ അടിസ്ഥാനമെങ്കിൽ യേശു ക്രിസ്തു സ്ഥാപിക്കുന്ന രാജ്യം ഇളകാത്ത രാജ്യമാണ്. പ്രൈസ് ദ ലോർഡ്. നാം അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ യേശു പഠിപ്പിച്ചപ്പോൾ അർത്ഥമാക്കിയ അടുത്ത ഒരർത്ഥമാണ് എന്തേ? നിന്റെ ആധിപത്യം മാത്രം വന്നാൽ പോരാ കർത്താവേ, അങ്ങ് അക്ഷരീയമായി രാജാവായി ഭരിക്കുന്ന അങ്ങയുടെ സാർവലൗകിക നിത്യരാജ്യം വരയണമേ എന്നാണ് പ്രാർത്ഥിക്കുവാൻ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. When Jesus taught us to pray, your kingdom come, O Father, that means here today we learn that this is for the eternal universal kingdom of God. परमेश्वर के सार्वलौकिक अनंतकालीन शाब्दिक राज्य की स्थापना के लिए प्रार्थना कर रहे हैं. Praise God. Our Lord Jesus will establish a universal, eternal, imperishable kingdom. Praise the Lord. അതാണ് നാം എബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്നത്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ഹല്ലേലൂയ. എല്ലാം ഇളകിപ്പോകുന്നതായിരുന്നു. ഇനിയും കർത്താവ് ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും സമുദ്രത്തെയും ഒക്കെ കൂടെ ഇളക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭക്തൻ പറയുന്നു, ഇളകാത്തൊരു രാജ്യം കർത്താവ് സ്ഥാപിക്കും. പ്രൈസ് ദ ലോർഡ്. 5 വർഷ കാലാവധിയല്ല. സ്തോത്രം. നെബൂഖദ്നേസറിന്റെ കൂട്ട് ഒരു ആയുഷ്കാലത്തിന്റെ കാലാവധിയല്ല. ഒരിക്കലും മാറിപ്പോകാത്തൊരു രാജ്യമാണ് സ്ഥാപിക്കുന്നത്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും, സ്തോത്രം, എന്തേ? പുതിയ യെരൂശലേം, പുതിയ ആകാശം, പുതിയ ഭൂമി. അതിന് ഈ ഭൂമിയിൽ തന്നെ തുടക്കമിടും. അതായിരിക്കും 1000 ആണ്ട് വാഴ്ചക്കാലം. സ്തോത്രം. So we are to wait upon God's
eternal, imperishable, universal kingdom. So let's pray to our God, your kingdom come. That means, oh Lord, please establish your eternal kingdom at the earliest. But to establish God's eternal kingdom, first of all, the church has to be raptured. So when we pray for eternal establishment of the kingdom of God, we are primarily praying for the rapture of the church, the glorification of the church. So we are waiting and praying for the coming of the Lord in the mid-air. Let's also pray, Lord, your kingdom come. Before your kingdom comes, you will take us home. We will be with you. We will see you as you are, and we will be translated into your own glorious image. Yes, Lord, we long for that. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിന്റെ രാജ്യം വരണമേ. നമ്മുടെ കർത്താവിന്റെ രാജ്യത്തിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം, നമ്മെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ കർത്താവ് വേഗം വരുന്നത് കൊണ്ട്, ഇളകാത്ത രാജ്യം സ്ഥാപിക്കുന്നത് കൊണ്ട്, പുതുവാന ഭൂമികളിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്ഥാപിച്ച് മഹാരാജാവിനോടുകൂടെ രാജാക്കന്മാരായി നാമും ഇരിക്കുന്നത് കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, നമ്മെ സമർപ്പിക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.